ഇന്ത്യൻ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് സർക്കാർ പറയുന്ന 4 തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. 29 കേന്ദ്ര നിയമങ്ങളെ സംയോജിപ്പിച്ചാണ് ഈ തൊഴിൽ നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, വിദേശ ശക്തികൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ആയുധമായി കൂടി ഇത് മാറുകയാണ്. ഇതിനെക്കുറിച്ച് ദ വയർ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമങ്ങൾ തൊഴിലാളികളെ വെറും കൈമാറ്റം ചെയ്യാവുന്ന ചരക്കുകൾ, അതായത് ഇൻവെന്ററി മാത്രമായാണ് കാണുന്നത്. ഇതിലെ പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ്. കൂലി കുറയുന്നു. അടിസ്ഥാന ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കമ്പനികൾക്ക് സാധിക്കുന്ന രീതിയിലാണ് നിയമം. ഇത് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെ ബാധിക്കും. ജോലി സ്ഥലത്ത് വെറുതെ ഇരിക്കുന്ന സമയം, അതായത് ഫ്രീ ടൈം, ഇനി ജോലി സമയമായി കണക്കാക്കില്ല. ഇത് തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാൻ വഴിയൊരുക്കും. സമരങ്ങൾ ഇല്ലാതാകുന്നു. സമരം ചെയ്യാനുള്ള അവകാശം പ്രായോഗികമായി ഇല്ലാതാക്കി. ഏതൊരു സ്ഥാപനത്തിലും സമരം തുടങ്ങുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. അനുരഞ്ജന ചർച്ചകൾ നടക്കുമ്പോൾ സമരം ചെയ്യാൻ പാടില്ല. ഇത് തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള ശക്തിയെ തകർക്കുന്നു. സുരക്ഷാ പരിശോധനകൾ. ലേബർ ഇൻസ്പെക്ടർ എന്ന പദവി മാറ്റി ഫെസിലിറ്റേറ്റർ എന്നാക്കി. അതായത് കമ്പനികളെ സഹായിക്കുന്ന ഒരാളായി ഉദ്യോഗസ്ഥൻ മാറുന്നു. ഇവിടെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം കടന്നു വരുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന ട്രേഡ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന അധ്യായമാണ്. ഇതനുസരിച്ച് ഇന്ത്യ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഇതിൽ രസകരമായ വസ്തുത എന്താണെന്നറിയാമോ? ഇന്ത്യ ഇപ്പോൾ കൊണ്ടുവന്ന നിയമം, ഈ 4 പുതിയ ലേബർ കോഡ്, ഇത് അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡത്തിന് വിരുദ്ധമാണ്. എങ്ങനെയാണ് ഇത് ഇന്ത്യക്ക് വിനയാകുന്നത്? ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലല്ല എന്ന് ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ യൂണിയന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമിത പിഴയോ അമിത നികുതിയോ ചുമത്താം. അതായത് നമ്മുടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമം നമുക്കെതിരെ സാമ്പത്തിക ആയുധമായി യൂറോപ്പ് ഉപയോഗിക്കും. ഇനി കേന്ദ്രം കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ, അത് കേരളം പോലൊരു സംസ്ഥാനം തൊഴിലാളികൾക്ക് അനുകൂലമായി പരിഷ്കരിക്കുകയാണെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. യൂറോപ്പുമായിട്ടുള്ള കരാറിൽ സ്ഥിരത വേണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് അത് തടയാം. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേൽ വിദേശ ശക്തികൾക്കും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ അധികാരം വരും. ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനികൾക്കും ഫ്രഞ്ച് ടെക്സ്റ്റൈൽ ഭീമന്മാർക്കും വേണ്ടത് വില കുറഞ്ഞതും എളുപ്പത്തിൽ പിരിച്ചുവിടാവുന്നതുമായ തൊഴിലാളികളെയാണ്. പുതിയ നിയമങ്ങൾ ഇത് ഉറപ്പാക്കുന്നുണ്ട്. ഈ പുതിയ നിയമങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് കോർപ്പറേറ്റുകൾക്കും വിദേശ വ്യാപാര നയങ്ങൾക്കും വേണ്ടിയുള്ളത് മാത്രമാണ്. ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെയും തൊഴിലാളി വർഗത്തിന്റെ നട്ടലിനെയും തകർക്കുന്ന ഒരു ഭരണഘടനാപരമായ കെണിയാണ്. ഇത് വെറും ഒരു സാമ്പത്തിക പരിഷ്കാരമല്ല, നമ്മളുടെ പരമാധികാരത്തെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ നമുക്ക് ജാഗ്രത വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.